S22 അൾട്രയാണ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു 10,000 രൂപയ്ക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഗൈസ്? ഈ വീഡിയോ നിങ്ങൾ കാണാൻ. അപ്പോൾ 10,000 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെയോ പറയാനായിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. സെറ്റ് ഇപ്പം നിലവിൽ ഇപ്പം കിട്ടിയതേ ഉള്ളൂ. എൻ്റെ ഈ സെറ്റ് തന്നെ ഒട്ടും ചാർജ് ഇല്ല, അതുകൊണ്ടാണ് ഓണാവുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ ഇതൊന്ന് ചാർജിന് വെച്ച് നോക്കട്ടെ. ചാർജിന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മറ്റ് കുറ്റങ്ങളൊക്കെ പറയാം. നമുക്കിതിൻ്റെ ചാർജിന് വെച്ച് നോക്കാം. ഇപ്പം അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഡെഡ് പീസായിട്ടിരിക്കുകയാണ്. ഒരു അനക്കവും ഇല്ല. അനങ്ങുമെന്ന് നോക്കാം. അനക്കമുണ്ട്, പൊട്ടലൊക്കെ ഉണ്ട് ഗൈസ്. ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ നല്ല പൊട്ടലുണ്ട്. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. ലൈനൊക്കെ പോകുന്നുണ്ട് മുകളിൽ, വൈറ്റ് ലൈനുണ്ട്. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. 10 രൂപയ്ക്ക് S22 അൾട്ര. പെന്നൊക്കെ വർക്കിങ് തന്നെ എന്താ ഗൈസ്? പെന്നൊക്കെ ഉണ്ട്. ഓണാക്കിയാൽ ഓണാവോ ഈ കണ്ടീഷനിൽ? ഫ്രണ്ട് ഡിസ്പ്ലേ ഗ്ലാസ് പൊട്ടലും ഉണ്ട്. 1% കയറിയാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇത്രയും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഇത് മാത്രം കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓണാവാതെ തന്നെ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞില്ലേ? ഓക്കെ, ഓണാവുന്നില്ല. ഇങ്ങനെ നിൽക്കുന്നു കുറേ നേരമായി. $256 സ്റ്റോറേജ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നിൽക്കും തോന്നില്ല കേട്ടോ. ഇതിലൊന്നും കയറത്തൊന്നുമില്ല. 1% കയറേണ്ട സമയമൊക്കെ കഴിഞ്ഞ്. ഈ കണ്ടീഷനിൽ എന്താ വിലയുടെ അല്ലേ? S22 അൾട്രയാണ്. S22 അൾട്രയൊക്കെ 10,000 രൂപയ്ക്ക് കിട്ടും. ഇത് ചൈന പീസൊന്നുമല്ല, ഒറിജിനൽ സാധനമാണ്. അപ്പോൾ ബോർഡ് മാറ്റിയിടാനൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ കോണ്ടാക്ട് ചെയ്യും. ഇത്രയും ഡിഫക്റ്റൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ ഒക്കെ കണ്ടില്ലേ? ഇത് ഓണായി വരട്ടെ, വന്നിട്ട് വേണം നമുക്ക് പൊളിക്കാൻ. ഇത്ര നേരമായി. ഇപ്പം തന്നെ ഒരു 2-3 മിനിറ്റായി കാണും ഞാൻ ചാർജ് വെച്ചിട്ട് അല്ലേ? ഇതൊരിക്കും ഓണായിട്ടില്ല. എങ്ങനെയും നിൽക്കുകയാണ് 3 മിനിറ്റായിട്ട്. ഇതിനകത്ത് പവർ ചാർജർ ഞാൻ 100 വാട്ടിൻ്റെ ചാർജാണ് വെച്ചിരിക്കുന്നത്. 100 വാട്ട് പവർ കേബിളാണ്, ഒറിജിനൽ കേബിളാണ്. അപ്പം എൻ്റെ അറിവിൽ ഇതിനകത്തൊരു 2% 3% കെയർ ഇരിക്കണം. 100 വാട്ടിൻ്റെ ചാർജറൊക്കെ അല്ലേ? ഇതുവരയ്ക്കും 1% കെയർ ചെയ്തിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ എന്തൊക്കെയോ പറയാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ഹീറ്റ് കാര്യങ്ങളൊന്നും ആവുന്നില്ല. നെറ്റ് 4 മിനിറ്റായി. യെസ് ഗൈസ്, ചാർജ് കയറി 1%. 5 മിനിറ്റ് കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും 100 വാട്ടിൻ്റെ പവർ ചാർജർ വെച്ചത് കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും 1% കറക്റ്റ് കേട്ടോ. കറക്റ്റ് 0.00 ആയപ്പോഴത്തേക്കും ചാർജ് 1% ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? അപ്പം കാത്തിരിക്കാൻ ഒരു സമാധാനം ഇല്ലല്ലേ? ഓൺ ചെയ്ത് നോക്കാം. കൊള്ളാം കേട്ടോ. ഡിസ്പ്ലേ കാണാൻ നല്ല വൃത്തിയുണ്ട്. സൂപ്പറായിട്ടിരിക്കുന്നത്. സാധനം കാണാൻ ബാഗ് എല്ലാം കാണാൻ നല്ല വൃത്തിയുണ്ട്. ഈ സാധനം പൊളി കേട്ടോ, ഒരു രക്ഷയില്ല. കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ക്വാളിറ്റി ഉണ്ട്, സൂപ്പർ. ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. സെൽഫി ക്യാമറയും അത്യാവശ്യം അടിപൊളി ക്യാമറ. ഡിസ്പ്ലേ മാറ്റിയതാണ് കേട്ടോ. ഡിസ്പ്ലേ മാറ്റി ആ ഒരു ക്വാളിറ്റി കുറവുണ്ട്, ഇല്ലയെന്നില്ല.
ഒരു ചെറിയൊരു ബ്ലാങ്ക് പോലെ അല്ലേ, ഒരു കളർ S23 ഡിസ്പ്ലേ ക്വാളിറ്റി അറിയില്ല, ആ ഒരു ക്വാളിറ്റി ഇതിന് പ്രതീക്ഷിക്കേണ്ട. കുറഞ്ഞ ഒരു ക്വാളിറ്റിയെ നിങ്ങൾ പ്രതീക്ഷിക്കാവേ. ക്യാമറ സുഖമുണ്ട്, കാണാൻ ഒരു വൃത്തിയിടില്ലാത്ത ഒരു സുഖം, അത്രേ ഉള്ളൂ. സ്റ്റോറേജ് നോക്കിയില്ലേ, ഇപ്പോഴാണ് നോക്കുന്നത് ഞാൻ. പിന്നെ ചുമ്മാ ഒന്ന് 256 സ്റ്റോറേജ്, 12 GB റാം, 256 സ്റ്റോറേജ് ഉണ്ട്. അതിനൊരു കുറവ് വെച്ചില്ല. ഡിസ്പ്ലേയും കൊള്ളാം കേട്ടോ, ഉപയോഗിക്കാം, സുഖമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം. 1000 രൂപയ്ക്ക് വലിയ കുറവുകളൊന്നുമില്ല. ഒരു 10 രൂപ ഫുൾ ക്രെഡിറ്റ് ഇതിനുണ്ട്. വില കൂടുതൽ വാങ്ങിക്കുന്നില്ലല്ലോ, കുറച്ചേ വാങ്ങിക്കുന്നുള്ളൂ. ആ ഒരു പെർഫോമൻസ് മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതിയേ. വേറെ കംപ്ലൈൻ്റ് ആയിട്ട് സൂമിങ് ക്വാളിറ്റി കൊള്ളാമോ ഞാൻ നോക്കിയിട്ട് പറയാമേ. സൂമിങ് ക്വാളിറ്റി കൊള്ളത്തില്ല കേട്ടോ. ലോങ് പിടിച്ച് നോക്കിയാൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടേ. അത്യാവശ്യം ഒന്നുമല്ല, സൂപ്പർ ക്വാളിറ്റി, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഈ സാധനത്തിനുണ്ട്. അത്യാവശ്യം ഒന്നും പറയാനൊന്നും പറ്റില്ല, സൂപ്പർ ക്വാളിറ്റി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. 10 രൂപയ്ക്ക് അടിപൊളി നല്ല സുഖമുള്ള ഒരു കൊണ്ടടക്കാൻ പറ്റിയ ഒരു സാധനം, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് ഒരു 10 രൂപ എടുത്ത് ചുമ്മാ കണ്ണുടച്ചെടുത്തിട്ട് ചുമ്മാ അങ്ങ് ഉപയോഗിച്ചിട്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. S22 ആണ് തന്നെ, അതിലും വ്യാജനൊക്കെ ഉണ്ട്. S22 അൾട്രയാണ് സാധനം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ്, നല്ല ഒറിജിനൽ സാധനം കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊന്നുമല്ല. ഡിസ്പ്ലേ മാറ്റിയ ആ ഒരു വലിയൊരു കുറവ് ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് ഇത്രയും കൊടുക്കുകയെന്ന് വെച്ചാൽ അതാണ് കാരണം. വേറെ വലിയ കാരണമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. സാധനം സൂപ്പറാണ്. അതിലെടുത്തൊരു ഫോട്ടോ ഒന്നും നോക്കണ്ട, അതിലെടുത്ത ഫോട്ടോസ് ഒന്നും നോക്കണ്ട, നിങ്ങൾ എടുക്ക് സൂപ്പറായിട്ട്. നിങ്ങളെടുത്തോ, ഒരു കുഴപ്പമില്ല കേട്ടോ, സൂപ്പറായിട്ട് നിങ്ങൾക്ക് വെച്ച് ഉപയോഗിക്കാം. അത്രയും ആ ഒരു ഗ്യാരണ്ടി കിട്ടിയാൽ പോരെ. വേറെ വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല, കുറച്ച് ദിവസം വെച്ച് ഉപയോഗിക്കാം. ഈ ഇവിടുത്തെ ഡോട്ടൊക്കെ ഒന്ന് വലുതാവാൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു വലിയ ഇറുകിയ പോക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് സ്പ്രെഡായി വലുതാവാൻ ചാൻസ് ഉണ്ട്. ഈ ഡോട്ടൊക്കെ ഇതൊക്കെ ചിലപ്പം വലുതായി വരാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. യൂട്യൂബ് കാര്യങ്ങൾ, പെർഫോമൻസൊക്കെ നല്ല സ്പീഡൊക്കെ ഉണ്ട്, നല്ല സ്പീഡുണ്ട് സാധനം. ബാറ്ററി അടിപൊളി, അത്യാവശ്യം ചാർജ് നിൽക്കുമെന്ന് തോന്നുന്നു. 2% കയറിയതേ ഉള്ളൂ, പക്ഷെ കയറാനാണ് പാട്. കയറാൻ കുറച്ച് പാടുണ്ട്, കയറിക്കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് ഒട്ടും മടിക്കണ്ട, എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യും. സാധനം സൂപ്പറാണ്.